ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരങ്ങൾ മുഴുവൻ വിജയിച്ചാണ് ഇന്ത്യൻ ടീം സൂപ്പർ 8-ൽ എത്തി നിൽക്കുന്നത്. കരുത്തരായ സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും അട്ടിമറികൾക്ക് പേരുകേട്ട സിംബാബ്വേയുമാണ് ഇന്ത്യയുടെ എതിരാളികൾ. സൂപ്പർ 8 ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് നിര മികച്ച പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചിരിക്കുന്നത്. ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിലുള്ള ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും വരുൺ ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള സ്പിൻ വിഭാഗവും ഇതുവരെ മികച്ച പ്രകടനമാണ് ടൂർണമെന്റിലുടനീളം കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നിട്ടും ടീമിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സഹപരിശീലകൻ റയാൻ ടെൻഡോഷെ. ടീമിന്റെ പ്രകടനത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബാധിക്കുന്നത് ബാറ്റിംഗിലെ പ്രതിസന്ധിയാണ്. സ്പിന്നർമാരെ നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യൻ ബാറ്റർമാർ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്നാണ് കോച്ച് പറയുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ 42 ഓവറുകളാണ് ഇന്ത്യൻ ബാറ്റർമാർ സ്പിന്നർമാരെ നേരിട്ടത്. ഈ 42 ഓവറിനിടെ ഇന്ത്യക്ക് 15 വിക്കറ്റുകളും നഷ്ടമായിരുന്നു. സ്പിന്നർമാരെ നേരിടുന്നതിന് ബാറ്റർമാർക്ക് വീഴ്ച സംഭവിക്കുന്നത് സൂപ്പർ 8 ഘട്ടത്തിൽ വലിയ വില തന്നെ നൽകേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രതിസന്ധിക്കുള്ള പരിഹാരം കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ ഉള്ളത്. ഈ പ്രതിസന്ധിക്കുള്ള യഥാർത്ഥ കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലെ റൈറ്റ് ഹാൻഡ് ബാറ്റർമാരുടെ കുറവാണ്. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, ശിവൻ ദുബെ, റിങ്കു സിംഗ്, അക്ഷർ പട്ടേൽ ഇവരെല്ലാവരും ഇടംകയ്യന്മാരാണ്. ഈ ഇടംകയ്യൻ ബാറ്റർമാരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എതിർ ടീമുകളെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞതും ഫിംഗർ സ്പിൻ ആക്രമണത്തിലൂടെ ഇന്ത്യൻ വിക്കറ്റുകൾ പിഴുതതും. ടീമിലെ പ്രധാനപ്പെട്ട വലങ്കയ്യൻ ബാറ്ററായ സഞ്ജു സാംസൺ ഫോമിലല്ലാത്തത് ടീമിന് വലിയൊരു തിരിച്ചടിയായി മാറുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കും സൂപ്പർ 8-ന് ഇറങ്ങും മുമ്പ് ഇന്ത്യയുടെ ഫോക്കസ് എന്ന് പറയേണ്ടി വരും. ഇന്ത്യയുടെ പവർ ഹിറ്റ് ബാറ്റർമാർക്ക് വെല്ലുവിളിയാകുന്നത് എതിർ ടീമിലെ ഫിംഗർ സ്പിൻ ബോളർമാരാണ്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ 14 ഓവർ സ്പിന്നർമാരെ കൊണ്ട് എറിയിച്ചിട്ട് 4 വിക്കറ്റാണ് നേടിയത്. അതൊരു മികച്ച പ്രകടനമായി കണക്കാക്കാൻ കഴിയില്ല. കൊളംബോയിൽ റൺസ് നേടുക എന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. നെതർലൻഡ്സിനെതിരെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇന്ത്യ കളിച്ചിട്ടുണ്ടെന്നും എങ്കിലും സൂപ്പർ 8 പോരാട്ടങ്ങളിൽ ഇന്ത്യ എതിർനിരയിലെ ബോളർമാരിൽ ആധിപത്യം സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെന്നും ടെൻഡോഷെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സൂപ്പർ 8-ലെ ഇന്ത്യയെ കാത്തിരിക്കുന്നത് എതിർപാളയത്തിലെ വലിയൊരു സ്പിൻ പട തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ദക്ഷിണാഫ്രിക്കൻ നിരയിൽ ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രം, കേശവ് മഹാരാജ്, ജോർജ് ലിൻഡ്. വിൻഡീസ് നിരയിലാണെങ്കിൽ അഖിൽ ഹുസൈൻ, ഗുഡാകേഷ് മോട്ടി, റോസ്റ്റൻ ചേസ്. ഇനി സിംബാബ്വേയിലേക്ക് എത്തുകയാണെങ്കിൽ 4 സ്പിന്നർമാർ വരെ കളത്തിലിറക്കാനുള്ള ആളുകൾ അവരുടെ സ്ക്വാഡിലുണ്ട്. ക്യാപ്റ്റൻ സിക്കന്ദർ റാസ, റയാൽ ബുല, ഗ്രേം ക്രീമർ, വെല്ലിംഗ്ടൺ മസാക്ട എന്നിവരാണ് സിംബാബ്വെ നിരയിലെ സ്പിന്നർമാർ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതുവരെ കളിച്ച കളിയൊന്നും പോരാ. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചുകൂടി നന്നായി സ്പിന്നർമാരെ നേരിട്ട് അവരിൽ നിന്ന് നല്ല സ്കോർ കണ്ടെത്താൻ ഇന്ത്യൻ ബാറ്റർമാർ കഴിയണം എന്നുള്ളതാണ് വസ്തുത. What is that strength that brings women together and helps them move forward? Self-help groups. Central Bank of India, under DAY NRLM, provides financial support to self-help groups and through sent Nari Shakti to their members. Central to you since 1911.